എൻ്റെ ഗ്രാജുവേഷൻ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ രാവിലെ തന്നെ പപ്പായും അമ്മച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അവരെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ ബുക്ക് ചെയ്ത റൂമിലേക്കാണ് പോയത്. അവിടെ ഒന്ന് ഫ്രഷായി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഗ്രാജുവേഷൻ പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതത്ര പോരെന്നാണ് കേട്ടോ പോരാളി കഴിച്ചിട്ട് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഗ്രാജുവേഷൻ പരിപാടിയിലേക്ക് കടന്നു. നമ്മുടെ സാറിൻ്റെയൊക്കെ വക കുറച്ച് സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ എല്ലാ ഗ്രാജുവേഷൻ സെറമണിയിലും കാണുന്ന ഒരു പരിപാടിയാണല്ലോ. ആദ്യം എല്ലാവരുടെയും വക ഇൻട്രോയും കാര്യങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കേട്ടിരുന്നു. ഇത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ, അതായത് ഞാനിപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു മെയിൻ സാറാണ് കേട്ടോ. പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഓരോരുത്തർക്കും സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്ന ഒരു ടേണായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ആര്യ എൻ്റെ റൂംമേറ്റ്, അവളുടെ ടേൺ ആയിരുന്നു. അടുത്തതായിട്ട് കുറേ പേരൊക്കെ അങ്ങനെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ലാസ്റ്റ് എൻ്റെ ടേൺ വന്നെത്തി. ഞാൻ നമ്മുടെ കോട്ടൊക്കെ ഇട്ടിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് പോവുകയാണ്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന എന്നാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ പാരൻസിനും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ആയിട്ടുണ്ടായിരുന്ന പരിപാടിയൊക്കെ കഴിയാനായിട്ട് പിന്നെ ഞങ്ങൾ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലേക്ക് ഒന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പപ്പാക്കും ഉമ്മച്ചിക്കും അന്ന് ഉച്ചയ്ക്ക് ഇവിടെ നിന്നായിരുന്നു കേട്ടോ ട്രെയിന്. റൂമിലെത്തിയപ്പോഴേക്കും ഏകദേശം ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് ഉമ്മ പാക്ഡ് ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചുട്ട് കഴിച്ചു. അപ്പോഴേക്കും അവർക്ക് പോകാനുള്ള ടൈമും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ വേറൊരു വീഡിയോ നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. പോകാൻ വരട്ടെ. നമ്മുടെ ഗ്രാജുവേഷൻ ഡേയുടെ അന്നെടുത്ത കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസും കൂടെ ഉണ്ട്. അതോടെ കണ്ടിട്ട് പോയാൽ മതി കേട്ടോ.